Hello and welcome back to episode number 3 of Malaysian vlogs. നമ്മൾ മലേഷ്യയിലെത്തി മലേഷ്യയിലെത്തി കഴിഞ്ഞിട്ട് ഭയങ്കര ബഹളം എല്ലാവരും വരുന്നു. നമുക്ക് ഇവിടുന്ന് വെളിയിൽ ഇറങ്ങി മൊത്തം ഈ വെള്ള കളർ സാധനം തേക്കുന്ന എന്തിനാ അറിയില്ല. വല്ല ദൈവമാണോ? ഞാൾ ദൈവമല്ലോ ആണോ? എന്താ ഇവിടെ എടുക്കാവുന്ന കുഴപ്പമില്ല. ഇവര് ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ട്. ഫൈനലി നമ്മൾ മലേഷ്യയുടെ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഞങ്ങൾ താമസിക്കുന്നത് ചൈന ടൗണിലാണ്. ചൈന ടൗൺ നമ്മളിതൊക്കെ പണ്ട് കേട്ടിട്ടും കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു മലേഷ്യ. അപ്പം നമ്മൾ ഇന്നലെ അവിടെ ഇന്നലെ എത്തിയത് മുതലുള്ള കുറച്ച് പോർഷൻസും അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് വരുന്ന പോർഷൻസ് നിങ്ങൾക്കൊന്ന് കണ്ടിട്ട് വരാം. മലേഷ്യ എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഗ്രാബ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിലാണ് ക്യാബ് ബുക്ക് ചെയ്തിട്ടുള്ളത്. കുറച്ച് കോസ്റ്റ്ലിയാണ്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെക്കാട്ടിലും എല്ലാം കോസ്റ്റ്ലി ആണ് കേട്ടോ. നമ്മൾ എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങി ഇനി റൂമിലേക്ക് പോകണം. കോലാലംപൂർ എയർപോർട്ടിൽ നിന്നും ഏകദേശം ഒരു 45 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ചൈന ടൗണിലേക്ക്. ചൈന ടൗണിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ചേട്ടൻ കുറച്ച് ഗൗരവക്കാരനാണ്. പക്ഷേ ഈ ചേട്ടൻ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ വേറൊരു സ്ഥലത്തെത്തി, വേറൊരു നാട്ടിലെത്തി എന്നുള്ള ഫീല്. നല്ല റോഡാണ്, നല്ല അടിപൊളി ജിയോഗ്രഫിയൊക്കെയാണ് ഇവിടുത്തെ. നല്ല ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ, ഭയങ്കര പച്ചപ്പും ഹരിതാപമൊക്കെ നന്നായിട്ടുണ്ട്. ഭയങ്കര ഹൈജീനിക് സിറ്റിയാണ് കേട്ടോ. വന്നിറങ്ങിയതും ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് കിട്ടി. എനിക്ക് മാത്രമല്ല, ലുലുവിനും. പിന്നെ ഇച്ചിരി വെയിലുള്ള സ്ഥലമാണ്, ചൂടുണ്ട്. 25 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്തിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ നമ്മൾ സിം എടുക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ അവിടെ ഏകദേശം നാട്ടിലെ 1000-1500 രൂപക്കാണ് അവർ പറയുന്നത്. പക്ഷെ അല്ലാണ്ട് നമ്മൾ ചൈന ടൗണിൽ വന്നിട്ട് സിം എടുക്കാൻ വേണ്ടി നിന്നപ്പം വെറും 10 റിംഗറ്റ് പ്ലസ് റീചാർജ് ഒക്കെ അടക്കം 418 രൂപ ഇന്ത്യൻ റുപ്പീസ്. അല്ലാണ്ട് ഇവിടുത്തെ 22 റിംഗറ്റാണ് ആയത്. അപ്പോൾ നമുക്ക് പാസ്പോർട്ട് കൊടുത്തിട്ട് അപ്പിൾക്കപ്പം തന്നെ എടുക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രീറ്റിലുള്ളൊരു ഫുഡ് ട്രൈ ചെയ്തു കേട്ടോ. ഒരു പുട്ടിന് ടീ കുറവുണ്ട്. രണ്ട് മണിക്കാണ് അവിടെ ചെക്കിങ്ങിന് റൂമിൽ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂം ചൈന ടൗണിൽ തന്നെ തൊട്ടടുത്ത് തന്നെ, ഐ മീൻ അവിടെ സിറ്റിക്കകത്ത് തന്നെ, ടൗണിനകത്ത് തന്നെ, ചൈന ടൗണിനകത്ത് തന്നെ. അപ്പോൾ ഇതാണ് ഞങ്ങൾക്കുള്ള ഹോസ്റ്റൽ. ഞങ്ങൾ പറഞ്ഞല്ലോ ഏകദേശം നമുക്ക് വന്നൊരു എക്സ്പെൻസ് എത്രയാണ്. ഇവിടെ റൂംസൊക്കെ വിൻ്റർ സമ്മർ എന്നൊക്കെ പണ്ട കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല. എത്രയായിരുന്നു? ഇല്ല, 3 ദിവസത്തിന് 1800 സംതിങ് 2 പേർക്ക്. അത്രയായത്. 4 പേരൊക്കെ ഉള്ളു. ഫാമിലി റൂമാ. കണ്ടോ, കോലാലംപൂർ സിറ്റിയാണ്. കോലാലംപൂർ റൂം. അഗോഡ, അതായത് ആർക്കെങ്കിലും ഇങ്ങനെ വരാനോ ബുക്കിംഗ് താല്പര്യമുണ്ടെങ്കിൽ അഗോഡയാണ് ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ അവര് ഒരു 50 റിംഗറ്റ് നമ്മളോട് എക്സ്ട്രാ ഒരു അഡ്വാൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ കൊടുത്തു. അത് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവർ തരുന്നതാണ് വെക്കേറ്റ് ചെയ്യുമ്പോൾ. ബിക്കോസ് ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കേടുപാടൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവർക്കത് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞങ്ങൾ ഇതിന്റെ ടേസ്റ്റിന്റെ റിവ്യൂ പറഞ്ഞില്ല. നമ്മളെ കപ്പപ്പുട്ടിന്റെ ഒരു മധുരം വെർഷൻ, ശർക്കരയൊക്കെ അതായത് നമ്മളുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ
പക്ഷെ ആക്ച്വലി ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഭംഗി നമുക്കല്ലാണ്ട് കാണാൻ പറ്റുന്നില്ല. നമ്മളെ സ്ഥലത്തിന്റെ പേര് തന്നെയാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ചൈന ടൗണിൽ തന്നെ പല പല സ്ട്രീറ്റുകളുണ്ട്. നമുക്ക് ജപ്പാൻ സ്ക്വയർ ഉണ്ട്, അതുപോലെ തന്നെ ജപ്പാൻ സ്ട്രീറ്റ് ഉണ്ട്, അതുപോലെ ഇന്ത്യൻ സ്ട്രീറ്റ് ഉണ്ട്. അങ്ങനെ കുറേ സ്ട്രീറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് അടുത്ത സ്ട്രീറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനാണ് മൊത്തം. നമുക്കങ്ങനെ എൻ്റെ നിൻ്റെ എന്നൊക്കെ ഉണ്ടോ? ഫോട്ടോ എടുക്കാൻ വിടുന്നത്. നമുക്ക് ഫോട്ടോ എടുക്കായിരുന്നു അല്ലേ? അവിടുത്തെ ഉണ്ടാവുന്ന ഒരു ലൊക്കേഷൻ വെച്ചിട്ട് ഇങ്ങനെ ഐ ലവ് സംതിങ്, ഐ ലവ് കോഴിക്കോട്, ഐ ലവ് ബാംഗ്ലൂർ, ഐ ലവ് ഹൈദരാബാദ്, കോലാലംപൂർ സെൻട്രൽ മാർക്കറ്റിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ എന്താ പറയുക, അപ്പോൾ സിറ്റിക്കകത്ത് കോലാലംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ കുറേ നാളത്തെ ഡ്രീം നമ്മൾ വീണ്ടും പറയുന്നത് ഭയങ്കര ആ ഒരു അവസ്ഥ, ചില ആൾക്കാർക്ക് മനസ്സിലാവും. ഇതുപോലെ ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാവും. പിന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ട്രാവലാണ് ഇവിടെ നടത്തുന്നത്. സോ അതുകൊണ്ട് ഞങ്ങളുടെ മൊത്തം എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ഷെയർ ചെയ്യും. സോ നിങ്ങൾക്കും അത് ഭാവിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം ട്രിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഇരുന്ന് ഒരു റിവ്യൂ എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സെൻട്രൽ മാർക്കറ്റിനകത്തേക്ക് പോകാം. വരും. സെൻട്രൽ മാർക്കറ്റിലേക്ക് ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. ഞങ്ങൾ രാത്രി ഏകദേശം മലേഷ്യൻ ടൈം നോക്കുകയാണെങ്കിൽ ഒരു 9 മണിക്ക് ശേഷമായിട്ടും ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ പല കടകളും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കപ്പ വറുത്തതിന് ഏകദേശം 50 റിങ്കറ്റൊക്കെയാണ് ഉള്ളത്. എന്ന് വെച്ചാൽ നാട്ടിലെത്ര രൂപയാണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഒരു റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ 18-19 രൂപയാണ്. അപ്പം അത്രയും പൈസ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇവിടെ അധികം സാധനങ്ങളും ബാർഗെയിൻ ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിലുള്ള സാധനങ്ങൾക്കൊന്നും വലിയ ക്വാളിറ്റി ഇല്ല. പക്ഷേ ബാഗ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവിടുന്ന് വെളിയിൽ ഇറങ്ങിയിട്ടുള്ളിടത്തൊക്കെ പോകുമ്പോൾ അതിന് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഷോപ്പിംഗ് തന്നെ ആദ്യത്തെ ദിവസം നടത്തി കഴിഞ്ഞാൽ കയ്യിലുള്ള ബഡ്ജറ്റ് മൊത്തം തീരും. അപ്പോൾ ലാസ്റ്റ് എല്ലായിടത്തും നോക്കി കണ്ട് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ഷോപ്പിങ്ങിനേക്ക് ആയിട്ടൊരു ദിവസം മാറ്റി വെച്ചിട്ട് പോയി ഷോപ്പ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം എല്ലായിടത്തും ഓരോന്നൊക്കെ പോയി നോക്കി കണ്ട് വെക്കണം. കാരണം നമ്മുടെ നാടല്ലല്ലോ, നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ എപ്പോഴും വാങ്ങുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇതിനനുസരിച്ച് വാങ്ങണം. അപ്പോൾ ഇത് മൊത്തം ചുറ്റിക്കറങ്ങുക എന്നുള്ളതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അതും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനകത്തോട്ടുള്ള ഈ ഒരു എൻട്രിയിൽ ഇതൊരു അവന്യൂ ആണ്. സെൻട്രൽ മാർക്കറ്റിൻ്റെ അവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനാണ്. ഇവിടെ എന്താ പറയുക, എല്ലാ പെയിൻറ്റിങ്സും അതുപോലെ തന്നെ വീട്ടിലെ ഡെക്കറേഷൻ, ഹോം ഡെക്കോസും കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് മെയിനായിട്ടും കുറേ കണ്ടിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ വായ നോക്കി ഇങ്ങനെ നടന്ന് നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 10 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഈ വ്ളോഗ് എടുത്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. അതാണ് ഈ വ്ളോഗിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഞാൻ കണക്കാക്കുന്നത്. പിന്നെ ഇവിടെ പാനിപ്പൂരി, ബേൽപൂരി അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് വിലയാണ്, നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ കൺട്രി അല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ നാട് എത്ര ബെറ്ററാണ് ജീവിക്കാൻ എന്നുള്ള കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ കുറേ കൂടെ അഫോർഡബിൾ ആണ് നമുക്ക് പല കാര്യങ്ങളും. നമ്മളവിടെ ജീവിച്ച് വന്നതും പ്ലസ് നമുക്ക് ഈ വക പാനിപൂരിക്കൊക്കെ എന്താ പറയുക 13 റിങ്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം കണക്കൂട്ടിക്കോ അത്രയും ഏകദേശം ഒരു 10 കണക്കൂട്ടിക്കോ 17 × 13 അത്രയും കണക്കൂട്ടിക്കോ, അത്രയും പൈസയുണ്ട്. പക്ഷേ അല്ലാണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്രയൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു 50 റുപ്യ 20 റുപ്യ 30 റുപ്യൊക്കെ ഉണ്ടാവുള്ളൂ പാനിപൂരിക്ക്. അപ്പോൾ ഇവിടെ നല്ല പൈസയാണ്. ഇറ്റ്സ് എ റിയാലിറ്റി ആക്ച്വലി. നമ്മളിത് എപ്പോഴും ഇല്ലല്ലോ, നമ്മളെപ്പോഴെങ്കിലുമൊക്കെ കൂട്ടി വെച്ച് ഇങ്ങനെ ഇതുപോലെയൊക്കെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്പേസല്ല. അപ്പോൾ രാത്രിയുടെ ഒരു ഭംഗിയാണ് കാണുന്നത്, മലേഷ്യയുടെ രാത്രി കാഴ്ചകൾ. എനിക്ക് തോന്നുന്നു മലേഷ്യയുടെ രാത്രി കാഴ്ചകളുടെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു 5-6 കിലോമീറ്റർ നമ്മൾ ചുറ്റും നടന്ന് കാണുക ചെയ്തത്. ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം. അപ്പോൾ മഴ പെയ്തതിൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ മാപ്പൊക്കെ ഓരോരോ സ്ട്രീറ്റിലും കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴി തെറ്റാണ്ട് തന്നെ നമ്മൾ വന്ന സ്ഥലത്ത് എവിടെയാണോ അവിടത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഞാനും ലുലു ഇതേ കുറച്ചും കൂടെ നമുക്ക് തമിഴ്നാട് ഭാഗത്തുള്ള മീൻസ് സൗത്ത് ഇന്ത്യൻ സ്ട്രീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്.
ഇവിടുത്തെ കാറും കാര്യങ്ങളൊക്കെ നല്ലതാണ്. നമ്മുടെ നാട് കുറച്ചും കൂടി ഇതുപോലെ ആയിരുന്നെങ്കിൽ അടിപൊളിയായനെ. നമ്മുടെ നാട് കുറച്ചും കൂടി ഡെവലപ്ഡ് ആവട്ടെ. ഇഷ്ടം നമുക്ക് നമ്മുടെ നാടാണ്, നമ്മുടെ രാജ്യം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യത്തിനോടൊരു സ്നേഹം ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. അത് ഇവിടെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ കൂടുക. ഇവിടെയൊക്കെ കാണാൻ എത്ര ഭംഗിയാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ നാടെന്നും നമ്മുടെ തന്നെ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ തമിഴ്നാട്ടുകാരുടെ സൗത്ത് ഇന്ത്യൻ സ്ട്രീറ്റിലെത്തി. ഇവിടെ എത്തിയപ്പോൾ വനിത മാഗസിൻ കണ്ടു. നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ഞങ്ങൾ എന്താണെന്നറിയില്ല, ഞങ്ങൾ മലേഷ്യയിലാണ് വന്നതെങ്കിലും ഇന്ത്യൻ സ്ട്രീറ്റ് എവിടെ, ഇന്ത്യൻ ഫുഡ് എവിടെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് തപ്പിയാടുന്നത്. അപ്പോൾ ഇവിടെ ശരവണ ഭവൻ ഉണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നമ്മൾ കാണാറുള്ള പല ഈ പറഞ്ഞ ഫേമസ് കടകളുടെ ഔട്ട്ലെറ്റ് ഇവിടെ കാണാൻ പറ്റി. അത് രസമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല കേട്ടോ. ശരവണ ഭവൻ കാണുന്നു. എൻ്റെ നാക്കിന് എന്ത് പറ്റി? രാത്രിയിൽ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. ഭയങ്കര ചൂടില്ല രാത്രിയിൽ. മഴ പെയ്ത് മാറിയോണ്ടാണെന്നറിയില്ല, ഒരു പ്രത്യേകതരം ഒരു കൂൾ വൈബായിരുന്നു. ഇച്ചിരി തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങളിത് വ്ളോഗൊക്കെ എടുത്ത് എൻജോയ് ചെയ്യുകയാണ് ഗായ്സ്. ഇവിടെ ഇത് തമിഴ്നാടാണോ? അതെവിടെ കണ്ടോ? അബ്ദുൾ റസാഖ് ജ്വല്ലറി, ശരവണ ഭവൻ. എല്ലാത്തിനും തമിഴുണ്ട്, എല്ലാത്തിനും. ഇന്ത്യ എന്ന് പറഞ്ഞ തമിഴ്നാട്ടുകാർ, മലേഷ്യൻ തമിഴ്സ് മലേഷ്യൻ തമിഴ്സ് ഉണ്ടല്ലേ. നമ്മൾ നിൽക്കുന്ന ആ ഹോട്ടലിലത്തെ ആളും തമിഴനാണ്. ശ്രീലങ്ക. നോ, അയാളുടെ 3 തലമുറ ഇന്ത്യക്കാരായിരുന്നു. ഇപ്പം അവര് മലേഷ്യൻ ആൾക്കാരാണ്. മലേഷ്യൻ തമിഴ്. ഇന്ത്യൻസ് അല്ല, മലേഷ്യൻസ് ആണ്. 3 തലമുറ മുന്നേ ഇന്ത്യൻസ് ആയിരുന്നു, തമിഴ്നാട്ടുകാരായിരുന്നു. പിന്നെ അവരിവിടെ വന്ന് താമസിച്ചു. അങ്ങനെ ഇപ്പൊ എല്ലാവരും മലേഷ്യക്കാരായി. മലേഷ്യൻ തമിഴ്സ് ആണ് അവർ പറയുന്നത്. മലേഷ്യൻ തമിഴ്സ്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കഴിച്ചാലും. എന്താണ് അഭിപ്രായം? ഞാൻ അവിടെ ഒരു കട കണ്ടപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നല്ലേ, നല്ല പൊറോട്ടയാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ വന്നിട്ട് ഇന്ത്യൻ ബ്രെഡ് കഴിക്കാൻ വേണ്ടി. എനിക്ക് ഇന്ത്യൻ ഫുഡാണ് താല്പര്യം. ഇന്ത്യൻ ഫുഡ് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇനി എനിക്കിപ്പോ താല്പര്യം മറ്റേ സാധനമാണ്. ഏത്? പുഴുവല്ല, ഇവിടുത്തെ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ വിട്ടിരിക്കുന്ന വടാപ്പാവ് പോലത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ കൊതിയാവുന്നു. എനിക്ക് വേണമായിരുന്നു. ഇവളെല്ലാം കൈ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഫുഡ് പോയിസൺ ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ബാത്റൂമിൽ നിന്ന് വരാൻ സമയം ഉണ്ടാവില്ല. അതാണ് റിയാലിറ്റി. അത് ചുമ്മാ വെറുതെ വീഡിയോക്ക് പറയുന്നില്ല, അങ്ങനെ തന്നെയാണ്. ഫുൾ ടൈം എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നങ്ങളാണ്, വയറ് പ്രശ്നം കാര്യങ്ങളൊക്കെ. കാലങ്ങളായിട്ട് കുട്ടിയത് കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് ബിരിയാണി കഴിച്ചാൽ അപ്പോൾ ഞാൻ കിടപ്പിലാവും. പിന്നെ എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് പുറത്തുനിന്ന് എന്ത് കഴിച്ചാലും അങ്ങനെ തന്നെ. എന്ത് കഴിച്ചാലും അപ്പോൾ ഞാൻ കിടപ്പിലാവും. ചില ഫുഡുകളൊക്കെ അവർക്ക് ഏൽക്കത്തില്ല. എല്ലാം അവള് ബാത്റൂം പോയി കളയും. കൈക്ക് പോയി ബാത്റൂമിൽ ഒരു 3-4 തവണ പോയിട്ട് കളയും. അങ്ങനെ തന്നെ. എന്നൊരു ശരീരത്തിൽ പിടിക്കുന്നുണ്ട്. ആ പോകുന്ന ഗ്യാപ്പിൽ എനിക്ക് ശരീരത്തിൽ പിടിക്കുന്നത്. എന്തൊരു പിടുത്തമാണ് ശരീരമേത്. വിടൂ, വിടൂ പ്ലീസ്. അങ്ങനെ നടക്കുകയാണ് ഗൈസ്, നടക്കുകയാണ്. ഇവിടെ തുടങ്ങിയിട്ടില്ല. ഇവിടെ ഒരു 11 മണി ആകുമ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഫീൽ കിട്ടാ. അതെ, ഒരു ചെന്നൈ ഫീലൊക്കെ ഈ ഒരു സ്ട്രീറ്റിനുണ്ട്. ചൈന ടൗണിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരുന്ന ഒരു സ്ട്രീറ്റ്. അല്ലത് കോലലംപൂർ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് വണ്ടി വന്ന് ഇറങ്ങിയത് കോലലംപൂർ അല്ലേ? ഞാൻ പറയട്ടെ, കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് കിടക്കുന്ന എവിടെയാണ്? മലപ്പുറത്തല്ലേ? കൊണ്ടോട്ടി. ഞങ്ങളവിടെ അല്ലേ? കൊച്ചി എവിടെയാ കിടക്കുന്നത്? അത് ഇവിടെ അത്താണി. തൃശ്ശൂരാണോ? അത്താണി അല്ല, തൃശ്ശൂർ. കൊച്ചി എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ. പക്ഷെ ഞങ്ങളത് കോഴിക്കോടത്തത് മൊത്തം ചേഞ്ചാ. ക്യൂട്ട്നെസ് വാരി വിതറുന്നു. വിതറട്ടെ അങ്ങോട്ടെ ഓളെ ഭാഷയിൽ കമന്റ്സ് വിതറട്ടെ. ഞാൻ തന്നെ ട്രോളടി. എല്ലാവർക്കും സമാധാനമല്ല ഞാൻ ട്രോൾ എടുത്തപ്പോ.
വീണ്ടും അടുത്ത സ്ട്രീറ്റുകളിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു. ഇവിടെ മെട്രോ ഉണ്ട്, പിന്നെ എന്താണ് എന്ത് കാറായിരുന്നു, ലൈൻ കാറാണെത്തോ. അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ ഇവിടെ നിന്ന് ഇച്ചിരി കറികളൊക്കെ നോക്കി. കണ്ടിട്ട് കഴിക്കാൻ തോന്നിയത് എനിക്ക് ഒരു സമൂസ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമൂസ കഴിച്ചപ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. 1 റിങ്കറ്റാണ്, അതായത് 18 രൂപ ആണ് അതിന്. നല്ല ടേസ്റ്റ്. അപ്പോൾ ഒരെണ്ണം വെറുതെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഞങ്ങൾ 3 എണ്ണം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സമൂസ കേട്ടോ. ഈ സമൂസക്ക് ഇത് സമൂസ എന്ന് തന്നെ ഇതിന് പറയാം. ഇത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ മെനു തന്നെയാണ് ഇവിടെ ഉള്ളതൊക്കെ. ഞങ്ങൾ പൊറോട്ട ഇല്ലേ, പൊറോട്ടേനെ ഇവിടെ റൊട്ടി എന്നാട്ടോ പറയുക. അതിന് 1.50 റിങ്കറ്റാണ് ഉള്ളത്. അപ്പോൾ അത് മേടിച്ചു. അതൊരു എത്ര എണ്ണം മേടിച്ച് കാണും, ഒരു 7 എണ്ണം മേടിച്ചു, അല്ല 6 എണ്ണം മേടിച്ചു. 3 എണ്ണം അവൾക്കും 3 എണ്ണം എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരെണ്ണം കൂടെ വാങ്ങണം എന്ന് പിന്നെ തോന്നി. അപ്പോൾ 7 എണ്ണം വാങ്ങിയാൽ മതിയെന്ന് ശരിക്കും ഒന്ന് തോന്നിപ്പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളിവിടെ വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾഡായിട്ടൊക്കെ നിൽക്കുമല്ലോ പൈസയൊക്കെ. അങ്ങനെ ഇവരിങ്ങനെ വഴികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഇവർ ആക്ച്വലി ചെന്നൈയിൽ നിന്നുള്ളവരാട്ടോ. ചെന്നൈയിൽ നിന്നുള്ളൊരു ടീമാണ്. തമിഴ്നാട്ടിലുള്ള ചേട്ടന്മാരാണ്. അപ്പോൾ അങ്ങനെ അപ്പം ഞങ്ങൾ വീണ്ടും ഇതേ ചൈന ടൗണിൻ്റെ വേറൊരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കുറേ നമുക്ക് ഈ ക്രിസ്ത്യൻ ഡയോറിൻ്റെ അതിൻ്റെയൊക്കെ ഫസ്റ്റ് കോപ്പി സെക്കൻഡ് കോപ്പി ബാഗ്സ് ഒക്കെ കിട്ടും. പക്ഷെ ഇവർ തോന്നിയ വിലയാണ് പറയുന്നത്. മാർക്കറ്റിൽ നമ്മൾ എങ്ങനെയാ വെച്ചാൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങുന്ന പോലെ ഇരിക്കും. എന്തായാലും നമ്മൾ ഇന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നാളെയോ മറ്റന്നോ അതിൻ്റെ പിറ്റന്നോ ഒക്കെ ആയിട്ട് വന്ന് നോക്കിയിട്ട് വാങ്ങാമെന്നുള്ളൊരു ഡിസിഷനിലാണ് ഇപ്പം ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ 1-2 ബാഗ്സ് മേടിക്കണം എന്നുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി സ്കോളറാണല്ലോ. അപ്പോൾ എന്തായാലും ക്ലാസ്സൊക്കെ തുടങ്ങുന്നതിനനുസരിച്ച് എനിക്ക് പോകുമ്പോൾ നല്ല നല്ല ബാഗ്സൊക്കെ വാങ്ങാൻ പറ്റിയ വാങ്ങിക്കൊണ്ടുപോകണമെന്നുണ്ട്. ലുലുവിലാണെങ്കിൽ സ്വാബറാൻഡിക്ക് ലുലുവിൻ്റെ ഉമ്മാക്ക് ഒരു ബാഗ് മേടിക്കണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ കോപ്പിയാണ്. അതും അതിൻ്റെ ഒരു ഒറിജിനൽ ഫ്ലേവറൊന്നും അല്ല കിട്ടുന്നില്ല, ഒറിജിനൽ സ്മെല്ലൊന്നും അല്ല. പിന്നെ സ്ട്രോങ് അല്ല, ഒട്ടും സ്ട്രോങ് അല്ലാത്ത പെർഫ്യൂമൊക്കെ കുറച്ചിങ്ങനെ ഡ്യൂപ്ലി ആണ് സാധനങ്ങൾ. ഡ്യൂപ്ലിയാണ് ലുലു പറയുന്നുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പം പിന്നെ വാച്ച് ആണെങ്കിലൊക്കെ ഇതൊക്കെ ഇവിടുത്തെ ഫസ്റ്റ് കോപ്പി സെക്കൻഡ് കോപ്പി സാധനങ്ങളൊക്കെ അതിൽ ചിലതൊക്കെ നല്ലതാണ് കേട്ടോ. ഭയങ്കര സ്റ്റാൻഡേർഡ് സാധനം. പിന്നെ നമ്മൾ അതിന് ബാർഗെയിൻ ചെയ്ത് വാങ്ങുന്നതനുസരിച്ചിരിക്കും. ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, എവിടെയാണെങ്കിലും ഏത് കൺട്രിയിലാണെങ്കിലും. ഇപ്പോൾ ഇത് മലേഷ്യ ആണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ മറ്റൊരു കൺട്രിയിൽ വന്നു, അതിൻ്റെ അവിടുത്തെ ഒരു ബാർഗെയിനിങ് സ്കില്ല് നമ്മുടെ എത്രത്തോളം ഉണ്ടോ അത് അവിടെ പരീക്ഷിക്കുന്നത്. അതുപോലെ ഇരിക്കും നമുക്കിതൊക്കെ വില കുറവിൽ കിട്ടുന്നത് എന്നും എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ പല രാജ്യത്തുള്ളവരും ഉണ്ട്. പലരുടെ മേക്കപ്പ് കാണുമ്പോൾ എന്ത് രസമാണെന്ന് അറിയാം, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വേറൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടുന്ന് എനിക്ക് ഇതുപോലെ അങ്ങനെ വെച്ചിട്ടുള്ള 1-2 സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാർഡ് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, കണ്ണാടിക്കൂട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു കാർഡ് വെച്ചിട്ടുണ്ടാവും. ആ കാർഡ് എടുത്തിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ടാണ് മേടിക്കുക. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി. അങ്ങനെ ഞങ്ങളൊരു എന്താ പറയുക, കുറേ മാഗി ഇല്ലേ, നമ്മൾ വെള്ളത്തിലിട്ട് കുടിക്കുന്ന മാഗി, ഈ വക സാധനങ്ങളൊക്കെ നോക്കി കഴിക്കാൻ വേണ്ടി വാങ്ങി. കാരണം ഇവിടുത്തെ ഫുഡ് എല്ലാം കഴിച്ച് ശരിയാവില്ല. അപ്പോൾ ഞങ്ങൾ കുറേ ടേസ്റ്റി നിപ്പിളിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് റൂമിൽ വന്നതിന് ശേഷം കറി ചൂടാക്കി കഴിക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. ഞാൻ കെറ്റിലിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെച്ചിരിക്കുന്ന വെള്ളം, തിളച്ച വെള്ളം ഒരു ബൗളിനകത്തേക്ക് ഒഴിച്ചിട്ട് ആ പാക്കറ്റ് അതിൽ ഇറക്കി വെച്ചൊരു 3-4 മിനിറ്റ് ആകുമ്പോഴത്തേനും ആ സാധനം റെഡി ആയിരിക്കും. അപ്പോൾ ഇച്ചിരി ചോറ് കഴിച്ചോളാൻ വയ്യായിരുന്നു അങ്ങ്. അപ്പോൾ ഇച്ചിരി ഒരു പാക്കറ്റ് ചോറും ഒരു പാക്കറ്റ് കറി എടുത്തത്. ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാതെ തന്നെ ധാരാളം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തിളച്ച വെള്ളം ഈ ബൗളിലേക്ക് ഈ പാക്കറ്റിൽ ഒഴിച്ച് ഇതാക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് ചൂട് ഫ്രഷ് ആയിട്ടുള്ള ചോറും കറിയും കിട്ടും എന്നുള്ളതാണ് മറ്റൊരു നഗ്ന സത്യം. ഞാനത് പൈസ കൊടുത്ത് മേടിച്ച് തന്നെയാണ്. ഞങ്ങൾ 10,000 രൂപക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് മേടിച്ച സംഗതികളാണ് ഇതൊക്കെ. പിന്നെ കറി കറി നല്ല ചൂടായിട്ട് ഫ്രഷ് ആയിട്ടുള്ള കറി തന്നെ കിട്ടുന്നുണ്ട്. ഇത് 3 വർഷം വരെ ഇരിക്കുന്നതാണ് പറഞ്ഞത്. അവർക്ക് എന്തായാലും ഇവരുടെ ഗുണങ്ങൾ പറയുന്നതനുസരിച്ച് അവർക്ക് ഫ്രീ പ്രൊമോഷനും കൂടെ. ഞാൻ അവിടെ വന്നിട്ട് കണ്ടതിൽ വെച്ചിട്ട് എനിക്കൊരു ഇത് തോന്നിയത്, ഇവിടുത്തെ ഒരു നെഗറ്റീവായി തോന്നിയത്, ഇവിടുത്തെ ലൈറ്റ്സ് റൂംസിലൊന്നും അധികം ലൈറ്റ് ആണുള്ളത്. നമുക്ക് നമുക്ക് ആ വെളിച്ചൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ദിവസം.
വന്ന് റെസ്റ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തു പോയി. ഞങ്ങൾ 9:30 പുറത്ത് പോകുന്ന തന്നെ, അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങൾ കാണുമ്പോൾ ഉള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ നാളെ മറ്റന്നാൾ പിറ്റന്നൊക്കെ ഉണ്ടല്ലോ, ദിവസങ്ങൾ ഉണ്ടല്ലോ, അതെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഒരുമിച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് എൻജോയ് യുവർ ലൈഫ്. ഗുഡ് നൈറ്റ്.